നമ്മൾ ഇന്ന് ഗലേറിയ മാളിലോട്ടൊന്ന് പോവുകയാണ്. കുറേ ദിവസമായിട്ട് നമ്മൾ അഡ്വർടൈസ്മെൻറ്റിലും പിന്നെ ഓരോരുത്തരുടെ വീഡിയോകളിലും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. ഗലേറിയ മാളിൽ സാന്റ വില്ലേജ് ഉണ്ട്, സാന്റ ഉണ്ട്. അങ്ങനെ നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോ ദിവസം ഓരോരോ കാരണങ്ങളാൽ അത് മുടങ്ങിപ്പോകും. അപ്പോൾ ഇന്ന് എന്തായാലും ഗലേറിയ മാളിലൊന്ന് പോകാമെന്ന് നമ്മൾ വിചാരിച്ചു. തിരിച്ചു വരുന്ന വഴി അബുദാബി മാളിലും കയറാമെന്ന് വിചാരിച്ചു. അബുദാബി മാളിലും എല്ലാ വർഷവും ഇതുപോലെ ക്രിസ്മസിൻ്റെ നല്ല ഡെക്കറേഷൻസും കാര്യങ്ങളുമൊക്കെ ഉണ്ട്. എല്ലാ വർഷവും അബുദാബി മാളിൽ നമ്മൾ പോകാറുണ്ട്. പക്ഷേ ഇത് ആദ്യമായിട്ടാണ് ഗലേറിയ മാളിൽ പോകുന്നത്. നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഭയങ്കര ഭംഗി, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ആദ്യമായിട്ടാണ് ഞങ്ങൾ ഗലേറിയ മാളിൽ പോകുന്നത്. ഇത്ര വർഷമായിട്ട് അബുദാബി താമസിച്ചിട്ട് ഇതുവരെ ഗലേറിയ മാളിൽ പോകാത്ത ആദ്യത്തെ ആൾക്കാർ ഞങ്ങളായിരിക്കും ചിലപ്പം. അപ്പം നമ്മൾ അവിടെ ചെന്നു. അവിടെ പോയി ആദ്യം ഒരു സ്ഥലത്ത് സാന്റയ്ക്ക് ലെറ്റർ എഴുതുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു. അവിടെ പോയി ചാക്കോച്ചൻ സാന്റയ്ക്ക് ലെറ്ററെല്ലാം എഴുതി. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കുറച്ചും കൂടി മാറിയിട്ടായിരുന്നു നമുക്ക് സാന്റയെ കാണാനെ കൊണ്ടുള്ള ആ ഒരു ഇതുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ അവിടെ പോയി. പക്ഷെ നമുക്ക് സാന്റയെ കാണാനേ പറ്റുള്ളൂ. സാന്റയുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാനൊന്നും പറ്റില്ല. നല്ല തിരക്കായിരുന്നു. പിന്നെ ഒരു 1 hour 1.5 hour പുള്ളി ഇരുന്നതിന് ശേഷം പിന്നെ പുള്ളി ബ്രേക്കിന് വേണ്ടിയിട്ട് പോകും. അപ്പോൾ നമ്മൾ ക്യൂ നിന്ന സമയത്ത് സെക്യൂരിറ്റീസ് പറഞ്ഞു, നമ്മളപ്പോൾ ക്യൂ നിന്ന സമയത്തിന് 7:30 ആയിരുന്നു. അപ്പോൾ സെക്യൂരിറ്റീസ് പറഞ്ഞു പോയിട്ട് 9 o'clock വരാനെന്ന്. പിന്നെ അത്രയും സമയം അവിടെ വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റാത്തത് കൊണ്ട് നമ്മളവിടെ അതിൻ്റെ സാന്റയുടെ തൊട്ടടുത്തായിട്ട് തന്നെ ഇങ്ങനെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ സ്നോമാനി അങ്ങനെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുട്ടികൾക്ക് പെയിൻ്റ് കളർ ചെയ്യുവാനും സ്നോമാനെ കളർ ചെയ്യുവാനും അങ്ങനെയൊക്കെ കുറേ ഇതുണ്ടായിരുന്നു, ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. അപ്പോൾ ചാക്കോച്ചനും അങ്ങനെ കളർ ചെയ്യണമെന്ന് പറഞ്ഞു. ചാക്കോച്ചൻ നല്ലപോലെ ഡ്രോ ചെയ്യുകയും കളർ ചെയ്യുകയൊക്കെ ചെയ്യും. അപ്പോൾ പിന്നെ ഞങ്ങൾ ചാക്കോച്ചനെയും കൊണ്ട് അതിനകത്ത് കയറി. അപ്പോൾ ഒരു 2-3 ബാഡ്ജൊക്കെ കിട്ടും. അതെല്ലാം പിൻ ചെയ്ത് ഉടുപ്പിൽ വെച്ചിട്ട് ചാക്കോച്ചൻ അങ്ങനെ കളർ ചെയ്യാൻ വേണ്ടിയിട്ടിരുന്നു. ഇപ്പം പുള്ളി തകൃതിയായിട്ടിരുന്ന് കളർ ചെയ്യുവാണ്. ഒരുപാട് കുട്ടികളുണ്ട്, ഇഷ്ടം പോലെ കുട്ടികളുണ്ട്. പിന്നെ അത് നിറച്ചും കുട്ടികൾ പെയിൻറ്റ് ചെയ്ത് കളർ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ഡ്രോ ചെയ്ത പേപ്പർ ഇങ്ങനെ പിൻ ചെയ്ത് വെച്ചിരിക്കുവാണ്. കുട്ടികൾക്കതൊരു ഭയങ്കര സന്തോഷം. പക്ഷേ സാന്റയുടെ കൂടെ ഫോട്ടോ എടുക്കാൻ പറ്റാഞ്ഞതിലൊന്നും ചാക്കോച്ചന് ഒന്നും അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. സാന്റയെ കണ്ടു, പക്ഷേ ഫോട്ടോ എടുക്കണം എന്നുള്ള ആ ഒരു വാശിയും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു. കാരണം അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് കുറച്ച് കാറുകൾ ചാക്കോച്ചൻ കണ്ടു. അപ്പോൾ അത് കണ്ടപ്പോഴത്തേക്കിന് പുള്ളിയുടെ ശ്രദ്ധ സാന്റയിൽ നിന്നങ്ങ് പോയി. ആക്ച്വലി അതാ സാന്റ വന്നു. ആക്ച്വലി സാന്റയുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കണമെന്നുള്ള ആഗ്രഹം എനിക്കായിരുന്നു. പക്ഷേ എനിക്ക് ആഗ്രഹം സാധിക്കാതെ വന്നതുകൊണ്ട് ഞാൻ ദൂരെ നിന്നിട്ട് സ്വന്തമായിട്ടൊരു സെൽഫിയൊക്കെ എടുത്തു സാന്റയുടെ കൂടെ. അത്രയ്ക്ക് നല്ല ക്യൂ ആയിരുന്നു. പിന്നെ അത്രയും സമയം കൂടെ വെയിറ്റ് ചെയ്യാനെ കൊണ്ടുള്ള ഒരു താമസം കൊണ്ട് നമ്മൾ അതിന് മുതിർന്നില്ല. അപ്പോൾ ചാക്കോച്ചൻ ഓൾമോസ്റ്റ് കളറൊക്കെ ചെയ്ത് കഴിഞ്ഞു. സാന്റ ഇരിക്കുന്ന ആ ഒരു സ്പേസിൽ പുള്ളി ഇരിക്കുവാണ്. അങ്ങനെ ആൾക്കാർ ഫാമിലിയായിട്ട് വന്നിട്ട് പുള്ളിയുടെ കൂടെ ഇരിക്കുന്നു, ഫോട്ടോ എടുക്കുന്നു. അങ്ങനെ 1 മണിക്കൂർ 1.5 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കിന് പുള്ളി തന്നെ ടയേർഡാകുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോഴത്തേന് പുള്ളി ബ്രേക്കിന് പോകും. അപ്പോൾ എൻ്റെ ഒരു സന്തോഷത്തിന് സമാധാനത്തിന് വേണ്ടി ഞാൻ ദൂരെ നിന്നിട്ട് സാന്റയുടെ കൂടെ ഒരു സെൽഫി എടുത്തു. സാന്റ കണ്ടുവൊന്നുമല്ല, അതിലെനിക്ക് ഒത്തിരി വിഷമമുണ്ട്. സാന്റയുടെ കൂടെ ഇരിക്കാനും സെൽഫി എടുക്കാനും പറ്റാഞ്ഞതിലും എനിക്ക് ഒത്തിരി വിഷമമുണ്ട്. പിന്നെ തൽക്കാലം ഇതുകൊണ്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. ചാക്കോച്ചനെക്കാട്ടി കൂടുതൽ സാന്റയെ കാണണമെന്ന് എനിക്കായിരുന്നു ആഗ്രഹം. അങ്ങനെ ചാക്കോച്ചൻ പടമെല്ലാം വരച്ചു. പടമൊക്കെ വരച്ചിട്ട് ഇതാ കണ്ടില്ല, ഇതാണ് ചാക്കോച്ചൻ വരച്ചല്ല, ജസ്റ്റ് കളർ ചെയ്തതാണ്. ഒരു പടം അവർ കൊടുക്കുന്നതാണ്, അത് നമ്മൾ കളർ ചെയ്യണം. ഇതാ കണ്ടില്ലേ, ചാക്കോച്ചൻ അടിപൊളിയായിട്ട് കളറൊക്കെ ചെയ്തു. അതിനുശേഷം ഈ വണ്ടികളാണ് ചാക്കോച്ചൻ കണ്ടത്. ഇത് കണ്ടപ്പോഴത്തേക്കിനും സാന്റയും വേണ്ട, ഡ്രോയിങ്ങും വേണ്ട, ഒന്നും വേണ്ട, ചാക്കോച്ചൻ ജീവനും കൊണ്ടോടി വണ്ടികളുടെ അടുത്തേക്ക്. ഭയങ്കര വണ്ടി ക്രേസാണ്. വണ്ടിയെ തൊട്ട് നോക്കുന്നു, നമുക്കിത് ഓർഡർ ചെയ്യാം, നമുക്കിത് വാങ്ങിക്കാം. ഭയങ്കര സന്തോഷത്തിലാണ്. എല്ലാം ഡോറെല്ലാം തുറന്ന് എല്ലാ കാര്യങ്ങളും ഇതെല്ലാം നോക്കും പുള്ളി. ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ അടുത്ത് പറഞ്ഞു, അമ്മ ഓടി പോകാതെ വണ്ടിയുടെ മെക്കാനിക്കൽ പാർട്സൊക്കെ ഞാൻ പറഞ്ഞു തരാമെന്ന്. എനിക്കിതിനെക്കുറിച്ച് കാര്യമായ അറിവില്ലാത്തത് കൊണ്ട് എനിക്കതിനകത്തൊന്നും ഒരു താല്പര്യം തോന്നിയില്ല. എനിക്ക് സാന്റയുടെ കൂടെ എന്തൊരു ഫോട്ടോ എടുക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു വിഷമമായിരുന്നു. അപ്പോൾ അതെല്ലാം കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ അബുദാബി മാളിൽ പോയി. ഇത് അബുദാബി മാളാണ്. കഴിഞ്ഞ വർഷത്തെ പോലുള്ള ഡെക്കറേഷൻസോ കാര്യങ്ങളോ ഒന്നും അബുദാബി മാളിലില്ലായിരുന്നു. ജസ്റ്റ് ഓക്കെ അത്ര മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ. ലാസ്റ്റ് ഇയർ നല്ല ഭംഗിയായിരുന്നു. ലാസ്റ്റ് ഇയർ കാണാൻ എല്ലാ വർഷവും അബുദാബി മാളിലെ ക്രിസ്മസ് ടൈമിൽ ഞങ്ങൾ പോകാറുണ്ട്. പക്ഷേ ഈ പ്രാവശ്യത്തെ ആ ഒരു ഡെക്കറേഷൻസ് ഒന്നും കൊള്ളാം,
എന്ന് മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ. പക്ഷേ ഗലേറിയ മാൾ സൂപ്പറായിരുന്നു. 7 ഡിസംബർ തൊട്ട് 24 ഡിസംബർ വരെയായിരുന്നു ഗലേറിയ മാളിലെ സാൻറ്റയുടെ പ്രോഗ്രാമും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ അബുദാബി മാളിലും കൂടെ പോയി. അതെല്ലാം കണ്ട് നമ്മൾ തിരിച്ച് പിന്നെ വീട്ടിലേക്ക് പോരുമായിരുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.